Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാസ്ത വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാലടയാണ്. 2 ലിറ്റർ പാലടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് 8 കപ്പോളം ഉണ്ടാവും. പാസ്ത ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിൽ കൊളസ്ട്രോൾ ഇല്ല. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഇതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെയും മസിലിൻ്റെയും ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കും. പാസ്തയിൽ ഫോളിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗർഭിണികൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പാലട ഉണ്ടാക്കാനായിട്ട് ഞാൻ 50 ഗ്രാമോളം പാസ്തയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ 50 ഗ്രാം തന്നെ ചവ്വരിയും കൂടെ എടുക്കുന്നുണ്ട്. ചവ്വരി സാധാരണ വളരെ കുറച്ച് മാത്രമാണ് പായസത്തിൽ ചേർക്കാറുള്ളത്. ചവ്വരി അധികം ഇഷ്ടമില്ലാത്തവർക്ക് ചവ്വരി വേണമെങ്കിൽ ഒഴിവാക്കാം. അതിനുശേഷം അത്രയും കൂടുതൽ പാസ്ത എടുക്കാം. ഇനി ഈ പാസ്ത ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സിപ്ലോക്ക് ബാഗിനകത്തേക്ക് പാസ്ത ഇട്ട് കൊടുത്ത ശേഷം ഒരു ചപ്പാത്തി റോളർ വെച്ചൊന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാസ്ത പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. പാസ്ത ഇപ്പോൾ ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. പാസ്ത ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ ഞാനിപ്പോൾ പാസ്ത കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാസ്ത ഇട്ട ശേഷം 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത ശേഷം പാസ്ത വേവിക്കാം. ഒരു വിസിലാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ പാസ്ത വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ ചവ്വരി കഴുകിയെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ 1/2 ലിറ്ററോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത ശേഷം 1/2 ലിറ്റർ വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട്. വെള്ളം ഇതുപോലെ നന്നായി തിളച്ച ശേഷം ചവ്വരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരടപ്പ് വെച്ച് മൂടി കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി ഈ പായസത്തിൽ ചേർക്കാനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി വേണം. അതിനായിട്ട് ഞാനിതുപോലെ കുറച്ച് ഏലക്ക ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷർ മാറി അടപ്പ് തുറക്കാറായിട്ടുണ്ട്. ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പ് തുറന്ന ശേഷം പാസ്തയിൽ നിന്ന് വെള്ളം മാറ്റിയെടുക്കുകയാണ്. ഇനി പായസം വയ്ക്കുന്ന പാത്രം ചൂടാക്കിയ ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഈ പാസ്തയെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. പാസ്ത പെട്ടെന്ന് പാത്രത്തിൽ പറ്റി പിടിക്കില്ല. അതുകൊണ്ട് അട ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പാസ്ത ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്നത്. പാസ്ത ഇതുപോലെ ഇളക്കി കുറച്ച് സമയം നെയ്യിൽ വഴറ്റിയെടുക്കണം. പാസ്ത ചെറുതായിട്ടൊന്ന് നെയ്യിൽ വെന്ത് വരണം. അപ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാസ്ത ഇതുപോലെ കുറച്ച് സമയം നെയ്യിൽ വഴറ്റിയ ശേഷം ഞാൻ അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്ത ഈ പഞ്ചസാരയും നെയ്യിലും നന്നായിട്ട് വെന്ത് വരുമ്പോൾ പായസത്തിന് ടേസ്റ്റ് കൂടും. പാസ്തയിൽ പഞ്ചസാര ചേർത്ത ശേഷം ഇതുപോലെ പഞ്ചസാര അലിഞ്ഞ് അല്പമൊന്ന് കുറുകി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതുപോലെ നന്നായി വഴറ്റി കഴിഞ്ഞ ശേഷം 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച ശേഷം ചവ്വരി ഇപ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുകയാണ്. ചവ്വരി കൂടെ ചേർത്ത ശേഷം പാല് നന്നായി ചൂടായി തിളച്ച് വരണം. പാൽ ഇതുപോലെ നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ട് അതിലൽപ്പം പഞ്ചസാര നേരത്തെ പാസ്തയിൽ ചേർത്തിരുന്നു. അതിൻ്റെ ബാക്കി പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. പഞ്ചസാര കൂടെ ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അട ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്നത് പോലെ അത്ര പെട്ടെന്ന് ഇത് പാത്രത്തിൽ പറ്റി പിടിക്കില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാസ്തയും ചവ്വരിയും നന്നായിട്ട് വെന്ത് വരുന്നത് വരെ പായസം തിളപ്പിക്കണം. പാല് ചേർത്തിരിക്കുന്നത് കൊണ്ട് പായസം പൊങ്ങിക്കളയാതിരിക്കാനായി തീ കൂട്ടിയും കുറച്ചും വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും പഞ്ചസാര വെച്ചിട്ട് ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് പാസ്തയും ചവ്വരിയും നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം.
സദ്യയ്ക്ക് പായസം വയ്ക്കുന്ന അത്രയ്ക്ക് മധുരം വേണമെന്നുള്ളവർക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ മധുരം മതിയാവും. പാസ്തയും ചൗവരിയും ഇപ്പോൾ ഇതുപോലെ നന്നായി വെന്തിട്ടുണ്ട്. പായസം ഗ്ലാസ്സിൽ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സമയം സ്റ്റൗ ഓഫ് ചെയ്യാം. പായസം സ്പൂണിൽ കോരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് സമയം കൂടി തിളപ്പിച്ച് തിക്കാക്കിയെടുക്കണം. സാധാരണ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടാനായി മിൽക്ക് മെയ്ഡ് ചേർക്കാറുണ്ട്. പക്ഷേ ഈ പായസത്തിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ പോലും പാലും പഞ്ചസാരയും ചേർത്തിരിക്കുന്നത് കൊണ്ട് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് പായസം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ പായസം ഇത്രയേ തിളപ്പിക്കുന്നുള്ളൂ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും. അപ്പോൾ ഗ്ലാസ്സിൽ കുടിക്കുന്ന പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ പായസത്തിൻ്റെ മധുരം ക്രമീകരിക്കാനായി അല്പം ഉപ്പ് കൂടെ ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം നെയ്യ് ചൂടാക്കിയ ശേഷം അല്പം കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉണക്കമുന്തിരി മാത്രമാണ് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട റെഡിയായിട്ടുണ്ട്. 30 മിനിറ്റാണ് ഇതുണ്ടാക്കാൻ എടുക്കുന്ന സമയം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.